നമസ്കാരം. രാഹുൽ ഗാന്ധി ബോംബ് പൊട്ടിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ധാരാളമായിട്ടുള്ള പെശകുകൾ ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ പട്ടികയിലുണ്ട്, കള്ളവോട്ടാണ്, അതുവഴിയാണ് BJP അധികാരത്തിലെത്തിയത് എന്നൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം ഈ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിരിയാണ് വന്നത്. കാരണം 2020 അതായത് ഇതിനു മുമ്പത്തെ ഈ പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്ത് ഞാനും എന്റെ ഒരു സുഹൃത്ത് പ്രകാശൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനും കൂടെ ചേർപ്പ് പഞ്ചായത്തിൽ, ഞാൻ ജീവിക്കുന്ന ചേർപ്പ് പഞ്ചായത്തിലുള്ള വോട്ടർ പട്ടികയിലെ ബോഗസ് വോട്ടേഴ്സിനെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തി. അത് വളരെ വലിയൊരു ഒരു ഹെക്ടിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നു. അങ്ങനെ ഞങ്ങള് ചേർപ്പ് പഞ്ചായത്തിലെ 3500ഓളം പേരെ ബോഗസ് വോട്ടേഴ്സിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി പഞ്ചായത്തിൽ സബ്മിറ്റ് ചെയ്തു, ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട്. നോക്കൂ, നമ്മളുടെ ഈ സിസ്റ്റത്തിൽ, ഈ വോട്ടർ പട്ടിക എന്ന് പറയുന്ന സിസ്റ്റത്തിൽ വോട്ട് ആഡ് ചെയ്ത പ്രോസസ്സ് മാത്രമേ ഇവിടെ നാട്ടുകാർ ചെയ്യാറുള്ളൂ. വോട്ട് ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയുമായിട്ട് നമ്മൾ ആരെങ്കിലും പഞ്ചായത്തിനെ സമീപിച്ച് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കൂടിയിട്ട് വാളും വട്ടയും എടുത്ത് വന്ന് അത് എങ്ങനെയെങ്കിലുമൊക്കെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ പഞ്ചായത്തിൽ 3 തവണയാണ് ഈ കൊറോണയ്ക്കായിട്ട് ബന്ധപ്പെട്ടിട്ട് അപേക്ഷ നൽകിയത്. അത് ക്യാൻസൽ ചെയ്യാൻ തയ്യാറാവാതെ വന്നപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഉത്തരവ് നേടിക്കൊണ്ട് ഏതാണ്ട് 1800ഓളം പേരെയാണ് ഞങ്ങളുടെ ചേർപ്പ് പഞ്ചായത്തിൽ നിന്ന് മാത്രം ക്യാൻസൽ ചെയ്തത്. അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വോട്ടുള്ള ആൾക്കാര്, അതുപോലെ ഡിഫറന്റ് വാർഡിൽ വോട്ടുള്ള ആൾക്കാര്, ഡിഫറന്റ് ID കാർഡിൽ വോട്ടുള്ള ആൾക്കാര്, 20-30 വർഷം മുമ്പ് മരിച്ചുപോയ ആൾക്കാര്, സ്ഥലം മാറിപ്പോയ ആൾക്കാര്, അങ്ങനെ ധാരാളമായിട്ടുള്ള പെശകുകൾ ഈ പറയുന്ന വോട്ടർ പട്ടികയിൽ നമുക്ക് കാണാൻ സാധിച്ചു. അതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ കേസും കോടതിക്കായിട്ട് മുന്നിലോട്ട് പോയത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. നോക്കൂ, വളരെ സിമ്പിളായിട്ട് ഞാനിത് പറഞ്ഞുതരാം. നമ്മളുടെ വീട്ടില് നമ്മളുടെ സിസ്റ്റേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ അവർ 18 വയസ്സാവുന്ന മുറയ്ക്ക് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് അവര് നമ്മളുടെ വീട്ടിൽ വോട്ട് ചേർക്കും. ഈ വോട്ട് ചേർത്ത ആള് ആ വോട്ട് വോട്ടർ പട്ടികയിൽ ഉണ്ടാവും. അതേസമയം അവർ കല്യാണം കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകും. അപ്പൊ ഭർത്താവിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താവിന്റെ വീട്ടിലെ തറവാട്ടില് ഇതുപോലെ തന്നെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ ചെന്നിട്ട് വോട്ട് ചേർക്കും. അപ്പോ പഴയ കല്യാണം കഴിച്ച വീട്ടിലും വോട്ടുണ്ട്, സ്വന്തം വീട്ടിലും വോട്ടുണ്ട്. ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ ഇവരെന്ത് ചോദിച്ചാൽ ഇവര് സ്വന്തമായിട്ട് വേറൊരു സ്ഥലത്ത് വീട് വെക്കും, അവിടെ പോകുമ്പോൾ അവിടെയും വോട്ട് ചേർക്കും. അപ്പൊ തത്വത്തിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരാൾക്ക് 3 സ്ഥലത്ത് വോട്ട് വരും. അപ്പൊ ആദ്യത്തെ ക്യാൻസൽ ചെയ്യാനായിട്ട് അത് ആ പ്രദേശത്തെ ആൾക്കാർ ശ്രമിച്ചാൽ അത് ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിക്കാർ സമ്മതിക്കില്ല. അപ്പോ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു വീട്. അപ്പൊ ആ ഒരു വീട് ഒരു പക്ഷെ വാടകയ്ക്ക് കൊടുക്കുന്ന വീടായിരിക്കും. ആ വാടകയ്ക്ക് കൊടുക്കുന്ന വീട്ടില് 4-5 പേര് താമസിക്കുന്ന സമയത്ത് അവരുടെ വോട്ട് ചേർക്കും. അവര് ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറിപ്പോകും, വേറെ വാടകക്കാർ വരും, ഇവരുടെ വോട്ടും പുതിയ വന്ന വാടകക്കാരുടെ വോട്ടും അവിടെ ചേർക്കപ്പെടും. ഇങ്ങനെയാണ് ഈ സാധനത്തിൽ ഈ ബോഗസ് വോട്ടേഴ്സ് ധാരാളമായിട്ട് കയറി വരുന്നത്. അപ്പോ ഇതിന് വോട്ടർ പട്ടിക സംശുദ്ധീകരിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അതിന് വോട്ട് വെട്ടുക എന്ന് പറയുന്നത് മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. ഇതിന്റെ ഒരു പ്രാക്ടിക്കലി ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ നമ്മുടെ കയ്യിലുള്ള ഏത് ID പ്രൂഫ് വെച്ചിട്ടും വോട്ട് ചേർക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന ID കാർഡ് തന്നെ പല സീരീസിലാണ്. ആദ്യം KL സീരീസിലുണ്ടായിരുന്നു, പിന്നെ BT സീരീസിൽ വന്നു, പിന്നെ അവരുടെ ടെമ്പററി ആയിട്ട് മറ്റൊന്നിനും ഉപയോഗിക്കാൻ സാധിക്കാതെ വോട്ടിന് മാത്രം ഉപയോഗിക്കാവുന്ന ഒരു ID കാർഡ് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കും ഈ പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത്. അപ്പൊ അങ്ങനെ ഡിഫറന്റ് ആയിട്ടുള്ള ID കാർഡ് നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ തന്നെ തരുന്നു. പിന്നെ നമുക്ക് ആധാർ വെച്ചിട്ട്, SSLC ബുക്ക് വെച്ചിട്ട്, റേഷൻ കാർഡ് വെച്ചിട്ട്, വാടക ചീട്ട് വെച്ചിട്ട്, അങ്ങനെ പല സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വോട്ട് ചേർക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം. അപ്പോൾ ഇതുകൊണ്ടൊക്കെയുള്ള പ്രയാസങ്ങളെ കൊണ്ടാണ് ബീഹാറിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ വോട്ടേഴ്സ് ലിസ്റ്റ് സംശുദ്ധീകരിക്കാൻ ഇറങ്ങിയത്. അപ്പോൾ അതിന്റെ വെളിച്ചത്തിൽ കൃത്യമായിട്ടുള്ള നടപടികൾ എടുത്തു. അതിന്റെ അകത്തുള്ള ബോഗസ് വോട്ടേഴ്സിനെ കണ്ടെത്തി പുറത്താക്കാൻ ശ്രമിച്ചപ്പോൾ പാർലമെന്റിന്റെ അകത്ത് ബഹളം വെച്ച് ഇത് ശരിയല്ല, ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല, വോട്ട് വെട്ടാൻ പാടില്ല, ഇവിടുന്ന് ബഹിഷ്കരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹളം. അത് ചെയ്യാത്തതിന് പുറത്തു വന്നിട്ട് പത്രസമ്മേളനം. ഇതെന്ത് മര്യാദയാണെന്നുള്ളത് മാത്രം മനസ്സിലാക്കുന്നില്ല. പിന്നെ നമ്മുടെ കയ്യിൽ വലിയൊരു രാഷ്ട്രീയ സംവിധാനവും പിന്നെ ഈ വലിയ പത്രക്കാരെ വിളിച്ചു കൂട്ടാനുള്ള ശേഷിയും LED വാളൊന്നുമൊക്കെയുള്ള കാശില്ലാത്ത കാരണം 2020 നമ്മളിത് പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ല എന്ന് മാത്രം. നമ്മളിത് ചെയ്തിട്ടുള്ളതാണ്. കേസിന്റെ ഫയലും നമ്പറും കോപ്പിയൊക്കെ വേണ്ടവർ പറഞ്ഞു കഴിഞ്ഞാൽ അയച്ചു തരാം. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു പഞ്ചായത്തില് നമ്മളുടെ ദൃഷ്ടിയിൽപ്പെട്ട ഏകദേശം 2000-2500 ബോഗസ് വോട്ടേഴ്സിനെ നമുക്ക് 3000 ശിഷ്ടത്തിനാണ് നമ്മൾ അപേക്ഷ കൊടുത്തത്. സ്റ്റിൽ 1800 എണ്ണം വെട്ടിക്കളഞ്ഞു എന്ന് നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ മാത്രം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു പഞ്ചായത്തിൽ പോലും നമുക്ക് ഒരു 35,000 വോട്ടുള്ള ഒരു പഞ്ചായത്തിൽ ഒരു 3500 പേരെ ബോഗസ് വോട്ടേഴ്സ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ 10% ഓഫ് യുവർ ടോട്ടൽ കൗണ്ട് എന്നുള്ളതാണ്. അപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞ പല കാര്യങ്ങളിലും ജെന്യൂനിറ്റി ഉണ്ടാവും.
അത് ഞാൻ എതിർക്കുകയല്ല. പക്ഷെ ഇത് ഈ കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു സംവിധാനമാണ്. അത് ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷനും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും വേണം. വോട്ട് വെട്ടാൻ കൊടുക്കുമ്പോൾ ഇത് എന്റെ വോട്ടാണ്, അവർ വന്നാൽ നമുക്ക് വോട്ട് ചെയ്യും, നമ്മുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്ന ആളാണ്, അവന്റെ മറ്റേ വലിയശൻ നമ്മളുടെ പാർട്ടിയുടെ ആളായിരുന്നു, അതുകൊണ്ട് നമ്മുടെ വോട്ടാണ്, അത് വെട്ടാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ മാറി ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുകയോ ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് വെരിഫൈ ചെയ്തിട്ട് വോട്ട് ചെയ്യുകയോ ചെയ്യുന്ന സംവിധാനം വന്നാൽ ഈ പ്രശ്നം തീർന്നു. പിന്നെ രാഹുൽ ഗാന്ധി പറയുന്നത് എല്ലാം ഈ വോട്ടിംഗ് ലിസ്റ്റിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ഇഷ്യൂസ് ആണ്. അത് കള്ളവോട്ടാവുന്നത് ഒരാൾ മൾട്ടിപ്പിൾ സ്ഥലത്ത് വോട്ട് ചെയ്യുമ്പോഴാണ്. ഒരാൾ തന്നെ 2-3 മണ്ഡലത്തിൽ വോട്ട് ചെയ്യുമ്പോഴാണ്. 2-3 മണ്ഡലത്തിൽ അയാൾക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് കള്ളവോട്ടാവുന്നില്ല. ആ 3 മണ്ഡലത്തിലും അയാൾ വോട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് കള്ളവോട്ടാവുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ തെളിവ് സഹിതം അദ്ദേഹം രേഖപ്പെടുത്തേണ്ടത്. അപ്പോഴാണ് നമുക്കതിൽ നടപടി ഉണ്ടാവുക. അല്ലാണ്ട് പട്ടികയിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അത് മുഴുവൻ കള്ളവോട്ടായിരുന്നു എന്നും ആ വോട്ട് കൊണ്ടാണ് ജയിച്ചത് എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു ബാലിശമായിട്ടുള്ള വാദഗതി മാത്രമാണ്. മാത്രമല്ല, ഒരു മണ്ഡലത്തിലെ കുറച്ച് വോട്ടേഴ്സിന്റെ ലിസ്റ്റ് വെച്ചിട്ട് അത് ടോട്ടലി ജനറലൈസ് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. അപ്പോൾ ഇവര് മൾട്ടിപ്പിൾ സ്ഥലത്ത് വോട്ടുള്ള ആൾക്കാർ അത് അവിടെ കാസ്റ്റ് ചെയ്തു എന്ന് തെളിയിക്കുമ്പോഴാണ് ഇത് കള്ളവോട്ടാവുന്നത്. താങ്ക് യു.